ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 20 ശ്ലോകം 8, 9, 10. ഉക്ത്വാ സുതേഭ്യോऽഥ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യന്വിതമുക്തിമാർഗം സ്വയം ഗതഃ പാരമഹംസ്യ വൃത്തിം അഥാ ജഡോന്മത്തപിശാചചര്യാം പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിചചാര കൃത്സ്നാം മഹീമഹീനാത്മരസാഭിലീനഃ ശയുവ്രതംഗോ മൃഗകാകചര്യാം ചിരം ചരന്നാപ്യപരൻ സ്വരൂപം ദവാഹൃദാംഗകുടകാചലേ ത്വം താപാൻ മമാപാകുരുവാതനാഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉക്ത്വാ സുതേഭ്യഃ പ്ലസഥ സുതേഭ്യോऽഥ മുനീന്ദ്രമധ്യേ വിരക്തിഭക്തിഃ അന്വിതമുക്തിമാർഗം വിരക്തിഭക്ത്യന്വിതമുക്തിമാർഗം സ്വയം ഗതഃ പാരമഹംസ്യ വൃത്തിം അഥാഹ പാരമഹംസ്യ വൃത്തിമഥാഹ ജഡോന്മത്തപിശാചചര്യാം സ്വയം ഗതഃ പാരമഹംസ്യ വൃത്തിമഥാ ജഡോന്മത്തപിശാചചര്യാം പരാത്മഭൂതഃ അപി പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനഃ വിചചാര കൃത്സ്നാം മഹീം അഹീനാത്മരസാഭിലീനഃ മഹീമഹീനാത്മരസാഭിലീനഃ ശയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരൻ പ്ലസ് ആപ്യ ചരന്നാപ്യ പരം സ്വരൂപം ദവാഹൃദാംഗ കുടകാചലേ ത്വം താപാൻ മമ അപാകുരു വാതനാഥ. ഹരേ കൃഷ്ണ. പോന ശ്ലോകങ്ങളിലെ ജന്മ അന്തഋഷഭദേവനോട് 100 കുഴന്തകൾ. അതിൽ 9 പേർ യോഗി ശ്രേഷ്ഠന്മാരാണ്. 9 പേർ ഓരോ രാജ്യങ്ങളെ ഭരിച്ച് നല്ല രാജാക്കന്മാരാണ്. ഭരതൻ ரொம்ப ശ്രേഷ്ഠനാன ராஜாவாக இருந்தார். அதுக்கப்புறம் மீதி இருக்கப்பட்ட 81 പേർ ബ്രാഹ്മണന്മാരായിട്ട് മാറിന. അതെല്ലാം പോന ശ്ലോകത്തിൽ നമ്മൾ പാത്തു. ഇനി അടുത്തതിൽ എന്നാ ചൊല്ലുறான்னா അഥ ത്വം മുനീന്ദ്രമധ്യേ. அதுக்கப்புறம் இந்த കുഴന്തകൾക്കെല്ലാം അതാത് സ്ഥാനങ്ങൾ കൊടുത്തതുക്കപ്പുറം അവളെല്ലാം ഒരു വഴിക്ക് തിരുപ്പി വിട്ടതുക്കപ്പുറം ഇവരത് സിംഹാസനത്തിലെയോ രാജ്യത്തിലെയോ ഒന്നും അങ്ങേ നിൽക്കില്ല. അഥാത്വം മുനീന്ദ്രമധ്യേ സുതേഭ്യഃ വിരക്തിഭക്ത്യന്വിത മുക്തിമാർഗം ഉക്ത്വാ. മുനിമാരെല്ലാം ഋഷിമാരെല്ലാം ഇരിക്കർത്തെ അവൾക്ക് നടുവിലേ വെച്ച് പുത്രന്മാർക്ക്, തന്നോട് പുത്രന്മാരല്ല രാജ്യത്തിലുള്ള എല്ലാ പ്രജകളെയും തന്നോട് പുത്രനാ നനച്ചിന്ത് സകല ജനങ്ങൾക്കും അവർ ഉപദേശം കൊടുക്കറർ. വൈരാഗ്യം ഭക്തി இதோடு கூடின முக்தி மார்க்கம் என்னதுங்கிறது ரொம்ப அழகா உபதேசம் பண்ணிட்டு ஸ்வயம் பாரமஹம்ஸ்ய விருத்திம் கதஹ. அவரப்படியே பரமஹம்ச
വൃത്തിയെ സ്വീകരിച്ചാൽ. പരമഹംസ വൃത്തി ചൊല്ലിക്കഴിഞ്ഞ് വെച്ചാൽ ഇവരിക്ക് ഒരിടത്തിലൊക്കെ അന്തരിപ്പർ എത്ര ദിവസമാനാലും ആഹാരത്തേക്കൊന്നും ഒരിടത്തേക്കും പോകാൻ മാട്ടാർ. ഒരു മലമ്പാമ്പെല്ലാം എപ്പടി ഇരിക്കുന്ന ഇരുന്നിടത്തിലിരിക്കും. അങ്ങ് ഏത് ആഹാരം വാതോ അതൊക്കെ മുന്നാടി വരപ്പെട്ട ആഹാരം കഴിക്കും. അതേമാതിരി ഇവർക്ക് എന്നെ ആഹാരം കിടക്കുന്നത് എന്താ ആഹാരത്തെ കഴിപ്പർ. ആരുടെയും പേശമാട്ടാൻ. വായിൽ കൂഴാങ്കല്ല പൊട്ടുപരം ചിന്നെന്താ കല്ലുകളുണ്ട്, അത് വായിൽ അടക്കി വെച്ച് പരം. അപ്പോൾ ആവശ്യമില്ലാക്കി പേശമാട്ട. എന്താ സാധനം വായിൽ ഇരിക്കത്തെ പേശിക്കഴിഞ്ഞാൽ അത് ഉള്ളിൽ ഇറങ്ങിപ്പോകുമേ, അതുകൊണ്ട് പേശമാട്ട. ആരുടെയും പേശമാട്ടാർ. അപ്പടി നടക്കപ്പെട്ട ജഡോന്മത്ത പിശാചചര്യാമഥാഹ. പാക്കപ്പെട്ട ആൾക്ക് മുടിയൊന്നും വെട്ടമാട്ടാർ, നഖമൊന്നും വെട്ടമാട്ടാർ, നല്ല വസ്ത്രങ്ങളൊന്നും എടുത്തിക്കാൻ മാട്ടാർ. പാത്താന ജഡനാക്കുമ, ബുദ്ധി ഇല്ലാത്തവനാക്കുമ, ഭ്രാന്തനാക്കുമ, പിശാചാക്കുമ എന്നെല്ലാം കൂടി ആളുകൾക്ക് തോന്നും. അപ്പടിയുള്ള ഒരു പരമഹംസ വൃത്തിയായിരുന്നു അവരോട്. ഭവാൻ പരമാത്മഭൂത അഭി. ബ്രഹ്മഭാവം അവർക്ക് ഉണ്ടായിരുന്നത്. അനാക്കൂടി പരോപദേശം കുറുവന് സർവനിരസ്യമാനഹ. ബാക്കിയുള്ള ആൾക്ക് എന്താ ബ്രഹ്മോപദേശം എല്ലാം കൊടുത്ത് എല്ലാവരും എനിക്ക് ശിഷ്യനാ വരണം, എനിക്ക് തെரியപ്പെട്ടത് എല്ലാവർക്കും ചൊല്ലിക്കൊടുക്കണം, അതുമാതിരി ഒന്നും ഇരിക്കല്ലേ അവർക്ക്. എല്ലാத்தைയും ഉപേക്ഷിച്ചു വിട്ടാൽ. വികാരഹീനഹ. രാഗം, ദ്വേഷം, ഒരു തരത്തിലുള്ള സ്നേഹം, ഒരു തരത്തിലുള്ള വികാരവും അവർക്ക് ഇരിക്കല്. അഹീനാത്മരസാഭിലീനഹ. അവർ സദാ എന്താ ആത്മ ചൈതന്യത്തിലെ ലയിച്ച് എന്താ ആത്മാനന്ദത്തിലേ ലയിച്ചും തിരുந்தாർ. കൃത്സ്നം മഹീം വിചചാര. ഭൂമിയിൽ അവർ പാട്ടുക നടപ്പാർ. ഇന്നിടത്തേക്കൊന്നും നനച്ചിട്ടില്ല പോപ്പെട്ടത്. എങ്ക പോറതോ ഏത് വഴിക്ക് പോറതോ അന്ത വഴി അത്രവൻ. അപ്പടി അവർ ഭൂമി പൂര നടന്നു തിരുந்தாരാ. ശയുവ്രതം ഗോമൃഗ കാക്കചര്യാം ചിരം ചരന്. നേരത്തെ ചെന്നമാതിരി പെരുമ്പാമ്പ പോലെ ശയുവ്രതം എന്ന പെരുമ്പാമ്പ പോലെ ഇരിപ്പൻ. ഒരിടത്തിൽ ഇരിപ്പൻ. അങ്ക എന്നെ കടച്ചതോ അത്. ഇനി ഗോമൃഗ, ഗോ പശുക്കൾ, മാനുകൾ, കാക്കകൾ, ഇവാളോടെല്ലാം ജീവിത രീതിയെ പോലെയാക്കും അവരിരുന്നത്. പശു എപ്പിടിയേക്കും? പശുക്ക് എല്ലാവരും കൊടുക്കപ്പെട്ടത് കാടിവെള്ളം, കഴുനീര്, എന്താ അരിശി കളഞ്ഞ് വന്ന ജലത്തെ കൊടുപ്പ. അതുക്കപ്പുറം കഞ്ചിയെ കൊടുപ്പ, പഴത്തെ തിന്നിട്ട് തൊലിയെ കൊടുപ്പ. എല്ലാം നമ്മൾക്ക് വേണമെങ്കിൽ അതോട് സത്തെല്ലാം എടുത്തിട്ട് ബാക്കിയേക്കും പശു കൊടുപ്പ. പശു തിരുപ്പ് നമ്മൾക്ക് തരപ്പെട്ടതോ പാല് ഔഷധ ഗുണമുള്ളതാക്കും. പാലിലേന്ത് മോര്, തൈര്, മോര്, വെണ്ണ, നെയ്യ് എല്ലാം കിടക്കുന്നത്. അതുക്കപ്പുറം അത് ഇത് പോടാന ഗോമൂത്രം, ഗോമേധം, ചാണകം, ഇതെല്ലാം ഫെർട്ടിലൈസേഴ്സ്. ഒന്നുകൂടി പശുട്ടേന്ത് വരപ്പെട്ടത് ഒന്നുകൂടി വേസ്റ്റാ കടയാതെ എല്ലാത്തെയും യൂട്ടിലൈസ് ചെയ്യും. നമ്മൾ അതൊക്കെ കൊടുക്കപ്പെട്ടതോ നെല്ലെല്ലാം എടുത്തിട്ട് എന്താ വയ്ക്കോല മാത്രം കൊടുക്കും. എല്ലാം അപ്പടി തന്നെ നമ്മൾ കൊടുക്കപ്പെട്ടത്. അതെല്ലാം സ്വീകരിച്ച് തനക്ക് വേണമെങ്കിലതെല്ലാം ആർക്കും വേണ്ടാത്തതെല്ലാം താൻ സ്വീകരിച്ച് തന്നട്ടേന്ന് തിരുപ്പി കൊടുക്കപ്പെട്ടതെല്ലാം എല്ലാവർക്കും നല്ലതായിട്ടാക്കും. അതേമാതിരി മാനുകൾ, മാനെപ്പിടിയേക്കും ரொம்ப എല്ലാവരുടെയും സ്നേഹമായിരിക്കും. ഒരാളുടെ കൂടെ അതൊക്കെ ദ്വേഷം കിടയാത്. ഭയந்த സ്വഭാവമാക്കും. ഇപ്പിടിയെ ഒതുങ്ങി ഒതുങ്ങി തന്നെ ഇരിക്കും. പിന്നെ കാക്കയെപ്പിടിയേക്കും? കാമ്പർ വന്ന് എല്ലായിടത്തെയും ക്ലീൻ മണ്ണപ്പെട്ടത് കാക്കയോട് വേലയൊക്കെ എന്നെ വേസ്റ്റ് ഇരിക്കുമോ അതെല്ലാത്തെയും കൊത്തി 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 തിന്നും. അന്തമാതിരിയുള്ളൊരു ജീവിത രീതിയായിരുന്നു ഇവർക്ക് ഇരുന്നത്. പരം സ്വരൂപം ആപ്യ കുടകാചലേ ദവാഹൃതാംഗ അഭൂത്. അതുക്കപ്പുറം എന്താ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ച് കുടകാദ്രിയിലെ ഒരു പെരിയ കാട്ടുതീ പാത്തർ. അപ്പം എന്താ കാട്ടുതീയിലെ നിറയെ മൃഗങ്ങളെല്ലാം അങ്ക വെന്ത്
அதோடெல்லாம் ஜீவன் போகிறது. இவர் அப்படியே அந்த காட்டுதீக்குள்ள பிரവേശம் பண்ணினார். എന്നതിനാലെന്ന് அந்த மாதிரி യോഗസിദ്ധിയുള്ളവ കൂടെ ബാക്കിയുള്ള ജീവനുകൾ പോരാന അവൾക്കും കൂടി മോക്ഷപ്രാപ്തി കടച്ചിടുങ്കർത്തുക്കാൻ വേണ്ടി ഇവരന്ത് കാട്ടുതീയിൽ പോയി എറിവിട്ടാർ. വാധനാഥ ത്വം മമ താപാൻ അപാകുരു. ഇപ്പടിയുള്ള ഗുരുവായൂരപ്പ എന്നോട് ദുഃഖങ്ങളെയും എല്ലാം ഇല്ലാതാക്കി തരണമേ அப்படின்னு അവരിരിക്കെ ഭട്ടതിരി ഇരിക്കെ ഭഗവാന്റെ പ്രാർത്ഥന பண்ணிக்கிறார். ഹരേ കൃഷ്ണ.